2023-24 ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് APL, BPL റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ ആധാർ കാർഡുള്ള എല്ലാവർക്കും അപേക്ഷ വയ്ക്കാവുന്ന 30ഓളം ക്ഷേമ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു. സംസ്ഥാനത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും എല്ലാ വാർഡ് അടിസ്ഥാനത്തിലും ഇപ്പോൾ ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുന്നുണ്ട്. ഒരു വീട്ടിൽ നിന്നും ഒരാളെങ്കിലും കൃത്യമായിട്ടും ഇതിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ 2024-25 വർഷത്തേക്ക് ഉൾപ്പെടെയുള്ള പ്ലാനിംഗ് കാര്യങ്ങൾ, പുതിയ കർമ്മ പദ്ധതികളുടെ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ലൈഫ് മിഷൻ പ്രോജക്റ്റ്, ആവാസ് യോജന സ്കീമിൻ്റെ കീഴിൽ ഭവന നിർമ്മാണത്തിന് വേണ്ടി അപേക്ഷ വച്ചവർ, പുതുതായി നടപ്പിലാക്കാൻ പോകുന്ന വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ഇവയെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഉണ്ടാകും. കഴിഞ്ഞ വർഷം അപേക്ഷ വച്ച വിവിധ ക്ഷേമ പദ്ധതികളുണ്ട്. വയോജനങ്ങൾക്കാണെങ്കിൽ കട്ടില്, കമ്പിളിപ്പുതപ്പ്, ഊന്നുവടി, അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ, ഭിന്നശേഷിക്കാരായവർക്ക് പ്രത്യേക സഹായം, കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, കർഷകരെ സംബന്ധിച്ചിടത്തോളം സൗജന്യ നിരക്കിൽ വളം ഉൾപ്പെടെ നൽകുന്ന കാര്യങ്ങൾ, തീറ്റപ്പുല്ലിന് സബ്സിഡി ആനുകൂല്യവും ഉണ്ട്. പിന്നോക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മിക്കുന്നതിന് വേണ്ടി 2 ലക്ഷം രൂപയുടെ സഹായമാണ് നൽകുന്നത്. കുഞ്ഞുങ്ങളെ വളർത്തുക, മുട്ടക്കോഴി വളർത്തുക തുടങ്ങി വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ വച്ചവരുണ്ട്. ഈ ലിസ്റ്റ് ഒരുപാട് വൈകിയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കുടുംബത്തിൽ ഒരു ആനുകൂല്യമെങ്കിലും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. വാർഡ് മെമ്പർ, കമ്മിറ്റി അംഗങ്ങൾ, ആശാ വർക്കർ, മറ്റ് പ്രതിനിധികൾ ഇവർ കൃത്യമായി അപേക്ഷ പരിശോധിച്ച് അർഹരായവരെ കണ്ടെത്തുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യും. ഗ്രാമസഭ കൂടുമ്പോൾ നമുക്ക് പരാതി പറയാനുള്ള സമയമാണ്. നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങളുടെ പരാതികൾ അവതരിപ്പിക്കുകയും അതിനുള്ള പ്രതിവിധി കണ്ടെത്തുകയും വേണം.